നമസ്കാരം. മമ്മയുടെ അടുക്കളയിലേക്ക് സ്വാഗതം. ഞാൻ ഗീത. നമുക്കിന്ന് തക്കാളി സോസ് തയ്യാറാക്കാം. ഇതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 1 കിലോ തക്കാളി വേണം. പിന്നെ വേണ്ടത് മുളക് പൊടി, പഞ്ചസാര, കോൺഫ്ലവർ, ഉപ്പ്, വിനാഗിരി, വെള്ളം. ഇതുകൂടാതെ ചെറിയ കഷ്ണം ഇഞ്ചി, 3 ഗ്രാമ്പൂ, 2 കഷ്ണം പട്ട, 3-4 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ബീറ്റ്റൂട്ട്. തക്കാളി ചെറുതായി അരിഞ്ഞിട്ടുണ്ട്. നമുക്കതിന് ഈ കുക്കറിലേക്ക് ഇടാം. ഇനി ഇതിലേക്ക് ബീറ്റ്റൂട്ട് ചെറുതായിട്ട് അരിഞ്ഞതും പട്ടയും ഗ്രാമ്പും ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ഇടുവാണ്. പിന്നെ ഞാൻ 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് എടുത്തത്. അതൊരു കളറിന് വേണ്ടിയാണ്. അതില്ലാന്നുണ്ടെങ്കിൽ 1/2 ടീസ്പൂൺ മുളക് പൊടി ആയാലും മതി, സാദാ മുളക് പൊടി ആയാലും മതി. പിന്നെ ഒരു 1/4 ഗ്ലാസ് വെള്ളവും കൂടെ നമുക്ക് ഇതിനകത്തേക്ക് ഒഴിക്കാം. ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഹൈ ഫ്ലെയിമിൽ 1 വിസിലും മീഡിയം ഫ്ലെയിമിൽ 2-3 വിസിലും മതിയാവും. അങ്ങനെ വേവിച്ചെടുത്ത തക്കാളി പെട്ടെന്നൊന്ന് തണുത്ത് കിട്ടാൻ വേണ്ടി വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇടാം. നമുക്കിത് 2 ബാച്ചായിട്ട് അടിച്ചെടുക്കാം. ഇത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് ഒരു അരിപ്പേ കൂടെ ഒന്ന് അരിച്ചെടുക്കാം. തക്കാളി മുഴുവൻ അരിച്ചെടുത്തിട്ടുണ്ട്. അതിന് ഈ പാനിലേക്ക് ഒഴിക്കുവാണ്. നമുക്കിതിനെ അടുപ്പേ വെച്ചൊന്ന് തിളപ്പിച്ച് വറ്റിച്ചെടുക്കാം. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പിട്ടു. ഈ ഉപ്പിൻ്റെ മധുരവും പുളിയൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇടാം. പഞ്ചസാര നമ്മുടെ ആവശ്യവും മധുരവും അനുസരിച്ചിടണേ. ഇതിപ്പം നന്നായി തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ അല്പം വെള്ളത്തിൽ കലക്കിയത് ചേർക്കുവാണ്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പം പെട്ടെന്ന് തിക്കായി കിട്ടും. ഇനി നമുക്കിതിലേക്ക് 4 ടേബിൾ സ്പൂൺ വിനാഗിരി ഒഴിക്കാം. ഈ വിനാഗിരി ഒഴിക്കുമ്പം അല്പം പുളി കിട്ടാൻ വേണ്ടിയും പിന്നെ ചീത്തയാവാതിരിക്കാൻ വേണ്ടിയുമാണ്. ഇനിയിപ്പം പുളി ഇത്തിരി കൂടുതൽ വേണം, അല്ലെങ്കിൽ തക്കാളിക്ക് പുളി കുറവാണ്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ വിനാഗിരി ചേർക്കാം. വേണമെങ്കിൽ അല്പം വാളംപുളിയും ചേർക്കാം കേട്ടോ. ഇനി കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. നല്ല ചുവന്ന കളറുള്ള തക്കാളി വേണം ഇതിന് വേണ്ടിയിട്ട് എടുക്കാൻ. പിന്നെ ഞാൻ ബീറ്റ്റൂട്ട് ചേർത്തത് ഒരു കളറിന് വേണ്ടിയിട്ടാണ്, നിർബന്ധമൊന്നുമില്ല. പിന്നെ നമ്മുടെ കുട്ടികളൊക്കെ എപ്പോഴും സ്നാക്സൊക്കെ കഴിക്കാൻ നേരത്ത് സോസ് ആവശ്യപ്പെടും. അപ്പോൾ ഈ കെമിക്കൽ ചേർന്ന സോസൊക്കെ വാങ്ങിച്ചു കൊടുക്കാതെ നമുക്കിങ്ങനെ വീട്ടിലുണ്ടാക്കി അവർക്ക് കൊടുത്താൽ അതായിരിക്കും നല്ലത്. ഇപ്പോൾ ഈ സോസ് നമുക്കൊരു 1 മാസത്തോളം ഫ്രിഡ്ജിൽ സൂക്ഷിക്കാൻ പറ്റും. കൂടുതലുണ്ടെങ്കിൽ ഫ്രീസറിലേക്ക് മാറ്റി വെച്ചാൽ മതിയാവും. ഇവിടെ സോസ് ഇപ്പം പാകമായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് പുളിയും മധുരമൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണം. വേണമെന്നുണ്ടെങ്കിൽ ചേർക്കണം കേട്ടോ. നമുക്ക് സ്പൂണിൽ കോരി ഒഴിച്ച് നോക്കാം. ഇതാണ് ഇതിൻ്റെ കറക്റ്റ് പാകം. നമുക്കിനി ഇതൊരു പ്ലേറ്റിലേക്ക് ഒഴിക്കാം. വെള്ളം ഊറി വരുന്നില്ല എങ്കിൽ അതാണ് അതിൻ്റെ കറക്റ്റ് പാകം. ഇനി ഈ പാത്രത്തിൻ്റെ ചൂടിലിരുന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് തിക്കായി വന്നോളൂ. നമുക്കിനി സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനിയിപ്പോൾ നമ്മൾ ആദ്യമായിട്ടുണ്ടാക്കുമ്പം ഇത്തിരി ലൂസായി പോയി എന്ന് വിചാരിച്ച് കുഴപ്പമില്ല. ഒന്നുകൂടെ ഒന്ന് എടുത്ത് ചൂടാക്കി വെച്ചാൽ മതിയാവും. കണ്ടോ, സോസ് ഇപ്പം നല്ല തിക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.